ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ഏതാണെന്നറിയോ? ആൽക്കഹോൾ, നിക്കോട്ടീൻ അല്ല. ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഷുഗർ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് എന്നറിയോ? നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, ഫോർ എക്സാമ്പിൾ ചിക്കൻ, മട്ടൺ, ബീഫ്, പോർക്ക്, നല്ലപോലെ വിശന്നിരിക്കുന്നു, നമ്മൾ പോയി ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. ഒരു പരിധിക്ക് മേലെ അത് കഴിക്കാൻ പറ്റില്ല, വയറ് നിറഞ്ഞു പോകും, സെറ്റൈറ്റി, വയറങ്ങനെ നിറഞ്ഞു പോകും. ഫാറ്റ് സബ്സ്റ്റൻസ് ആവട്ടെ, നെയ്യ്, കൊഴുപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ആവട്ടെ, നമ്മൾ എന്തായാലും വയറ് നിറഞ്ഞു പോകും, ഒരു പരിധിക്ക് മേലെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷെ അതല്ല ആൽക്കഹോൾ ആണെങ്കിലോ, നമ്മുടെ വയറ് നിറയുന്നതിനേക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രോട്ടീൻ, ഫാറ്റ്, ഈ രണ്ട് ഐറ്റംസ് നമ്മുടെ ദേഹത്തിൻ്റെ ന്യൂട്രീഷൻ വാല്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ദേഹം കഴിക്കുന്നത്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് അങ്ങനെയല്ല. നമ്മുടെ ദേഹത്തിൽ എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കാർബോഹൈഡ്രേറ്റ്, അതായത് ഫീൽ ഗുഡ് ഹോർമോൺസ്. സോ ആൽക്കഹോളും ടൊബാക്കോയും നിരോധിക്കാൻ കാണിക്കുന്ന അതേ ഗൗരവം നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒഴിവാക്കാനും കാണിക്കണം. ലോകം നേരിടുന്ന ഏറ്റവും വലിയ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മളത് 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറക്കരുത്.